അങ്കമാലി വഴി ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു ബോർഡിനെ കുറിച്ചാണ് ഞാനിവിടെ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. അങ്കമാലി ഫോർ കാലടി. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു ചെറിയ ബോർഡ് കൂടി വെച്ചിട്ടുണ്ട്. ജഗദ്ഗുരു ആദി ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർ ഇവിടെ ഇറങ്ങുക. ഇത് തന്നെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. കാരണം ഈ വടക്കേ ഇന്ത്യയിൽ നിന്നും മറ്റുമൊക്കെ വരുന്ന ആളുകളാണ്. അവർ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി സന്ദർശിക്കാൻ താല്പര്യപ്പെട്ടു വരുന്നവരാണ്. അവർക്ക് ഇറങ്ങാനുള്ള സ്റ്റേഷനാണ് അങ്കമാലി. അതുകൊണ്ടാണ് അങ്കമാലി ഫോർ കാലടി എന്ന് ബോർഡ് വെച്ചിട്ടുള്ളത്. അതാണ് അങ്കമാലിയുടെ ഒരു പ്രത്യേകത, അങ്കമാലിയുടെ വിശേഷം. അപ്പോൾ ഇത് ഓർക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഈ ആം ആദ്മി പാർട്ടിയുടെ കാര്യം ഇതുപോലെയാണ്. ആം ആദ്മി പാർട്ടി ഫോർ BJP. ഇന്ന് ആപ്പായിരിക്കുന്നവൻ നാളെ BJPയിൽ ചേരും എന്നുള്ളത് ഞാനീ പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, കോൺഗ്രസ്സുകാരും അങ്ങനെയല്ലേ? ഇപ്പോൾ സമീപകാലത്തായിട്ട് CPIക്കാരും CPMകാരും പോലും BJPയിൽ ചേരുന്നില്ലേ എന്ന് ചോദിക്കും. അത് ശരിയാണ്. കോൺഗ്രസ്സിൽ നിന്ന് ഒരുപാട് പേര് BJPയിൽ ചേർന്നുണ്ട്, കേരളത്തിൽ പോലും ചേർന്നുണ്ട്. CPMൽ നിന്നും CPI നിന്നുമൊക്കെ അത്ര അധികം ആളുകളില്ല, എങ്കിലും അവിടെ നിന്നൊക്കെ ആളുകൾ BJPയിലേക്ക് പോകുന്നുണ്ട്. BJPയിലേക്ക് പോകുന്നത് സ്വാഭാവികമാണ്. കാരണം രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്, വളരെ സമ്പന്നമായ പാർട്ടിയാണ്. അതിൽ ചേരുന്നവർക്ക് പലതരത്തിലുള്ള സുഖ സൗകര്യങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് റിട്ടയർ ചെയ്ത IASകാർ, IPSകാർ, അതുപോലെ വലിയ സർക്കാർ ഉദ്യോഗങ്ങൾ ഭരിച്ചിരുന്നവർ, പത്രപ്രവർത്തകർ, ഇങ്ങനെ പലരും ചേരുന്നുണ്ട്. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ വിമർശകനും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഏറ്റവും വലിയ ആരാധകനും നെഹ്റുവിൻ്റെ ഏറ്റവും നല്ല ജീവചരിത്രം എഴുതിയ ആളുമായ സാക്ഷാൽ MJ അക്ബർ വൺ ഫൈൻ മോർണിംഗിൽ BJPയിൽ ചേരുകയും നരേന്ദ്രമോദിയുടെ വലിയ ആരാധകനായി തീരുകയും അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുത്ത് വിടുകയും പുള്ളിയെ കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു സഹമന്ത്രിയായിട്ട് ഉൾപ്പെടുത്തുകയും ചെയ്തു. പുള്ളിയുടെ കാലദോഷം കൊണ്ട് ഒരു മീ ടു കേസിൽപ്പെട്ട് ആ ജോലി രാജിവെച്ച് പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പല അനുഭവങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ സർക്കാരിന് സമയാസമയത്ത് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്തവർ, സുപ്രീം കോടതി ജഡ്ജിമാരാണെങ്കിൽ പോലും അവർക്കൊക്കെ കൃത്യമായിട്ട് പ്രതിഫലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആം ആദ്മി പാർട്ടിക്കുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ, ഈ BJPയെ ഇന്നത്തെ നിലയിൽ എത്തിക്കുന്നതിൽ, നരേന്ദ്രമോദിക്ക് ഇന്ത്യ പ്രധാനമന്ത്രിയാകുന്നതിന് അവസരം കൊടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ, അത് ആം ആദ്മി പാർട്ടി അതിൻ്റെ പൂർവ്വരൂപമായിരുന്ന ഇന്ത്യ എഗൻസ്റ്റ് കറപ്ഷൻ എന്ന മൂവ്മെൻറ്റ് വരുന്നു. ഈ രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്ത് രാജ്യത്തെ ഞെട്ടിച്ച പല അഴിമതി ആരോപണങ്ങളുണ്ട്. 2G സ്പെക്ട്രം, കോമൺവെൽത്ത് ഗെയിംസുമായി ബന്ധപ്പെട്ട അഴിമതി, അതുപോലെ കൽക്കരിപ്പാടം അഴിമതി, ഇങ്ങനെയുള്ള പല വിവാദങ്ങളും അപവാദങ്ങളും ഉയർന്നു വന്നപ്പോൾ അന്ന് പ്രധാന പ്രതിപക്ഷമായിരുന്ന BJP അല്ല, അല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷ പാർട്ടികളായിരുന്ന കമ്മ്യൂണിസ്റ്റ്, സോഷ്യലിസ്റ്റ് പാർട്ടികളല്ല, ഇത് ഉയർത്തിക്കൊണ്ട് വന്നത് ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ എന്ന ഒറ്റ കേൾവിയിൽ രാഷ്ട്രീയമില്ലാത്ത ഒരു കൂട്ടം ആളുകളായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ് അരവിന്ദ് കെജ്രിവാൾ. പിന്നെ യോഗേന്ദ്ര യാദവ് ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ പ്രശാന്ത് ഭൂഷൺ ഉണ്ടായിരുന്നു, കിരൺ ബേഡി ഉണ്ടായിരുന്നു, മറ്റു പലരും ഉണ്ടായിരുന്നു. ഇവരൊക്കെ സമൂഹത്തിൽ നിലയും വിലയുമുള്ള അരാഷ്ട്രീയ ബുദ്ധിജീവികളാണ്, വലിയ ഉദ്യോഗങ്ങൾ ഭരിച്ചിരുന്നവരാണ്, വലിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ്. ഇവരുടെ ഒരു കൂട്ടായ്മ ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ എന്ന പേരിൽ പ്രവർത്തിക്കും. ഈ അഴിമതിയുടെ ഡീറ്റെയിൽസ് പുറത്തുവിട്ടിരിച്ചു. അതിന് മകുടം ചാർത്താൻ വേണ്ടിയിട്ട് മഹാരാഷ്ട്രയിൽ നിന്ന് അതിനു മുമ്പ് കേൾപ്പോരും കേൾവിയില്ലാതിരുന്ന ഒരു ഗാന്ധിയൻ, വായിലെ പല്ലൊക്കെ പോയ ഒരു വയോവൃദ്ധനെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ കൊണ്ട് ആ ജന്തർ മന്ദറിൽ വലിയ നിരാഹാരം നടത്തിച്ചു. ആ നിരാഹാരമാണ് സത്യത്തിൽ മൻമോഹൻ സിംഗിൻ്റെ രണ്ടാമത്തെ മന്ത്രിസഭയുടെ കാറ്റഴിച്ചു വിട്ടത്. അങ്ങനെയാണ് ഈ മന്ത്രിസഭയുടെ കംപ്ലീറ്റ് ഇമേജ് പോയത്. അവർ അടുത്ത തെരഞ്ഞെടുപ്പിൽ 2014 പരാജയപ്പെടാൻ വഴിയൊരുക്കുകയും ചെയ്തു. അപ്പോൾ 2013 നവംബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തന്നെ ഈ പ്രതിഭാസം വളരെ പ്രകടമായിരുന്നു. ഡൽഹിയിൽ BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുന്നു. കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടി രണ്ടാം സ്ഥാനത്ത് എത്തുന്നു. കോൺഗ്രസ് കേവലം 6 സീറ്റിലോ 8 സീറ്റിലോ ഒതുങ്ങും. കോൺഗ്രസിൻ്റെ ഭരണം നഷ്ടപ്പെടുന്നു. അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹി മണ്ഡലത്തിൽ ഷീല ദീക്ഷിതിനെതിരെ മത്സരിക്കുന്നു, അവരെ തോൽപ്പിക്കുന്നു. ആ രാജ്യത്തെ ഞെട്ടിച്ച സംഭവമാണ്. അതോടൊപ്പം തന്നെ മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും BJP വലിയ ഭൂരിപക്ഷത്തോട് ജയിക്കും. കോൺഗ്രസ് സർക്കാരിൻ്റെ പതനം ആസന്നമായി എന്നുള്ള എല്ലാവർക്കും മനസ്സിലാവും. മാധ്യമങ്ങളും രാഷ്ട്രീയ വിശകലന വിദഗ്ധന്മാരും വിശാരദന്മാരും എല്ലാവരും
പെട്ടെന്ന് നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും ആരാധകരായിട്ട് മാറും. നേർബുദ്ധികളായ കുറച്ച് പേർ, അത് പഴയ അനിതാ പ്രതാപിനെ പോലെ അല്ലെങ്കിൽ നമ്മുടെ കാരശ്ശേരി മാഷിനെ പോലെ കുറച്ച് പേർ ഇനി ആം ആദ്മി പാർട്ടി ആയിരിക്കും രാജ്യത്തെ രക്ഷിക്കുക എന്ന് വിചാരിച്ച് ആ പാർട്ടിയിൽ ചേർന്നു. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ പല ആളുകളും ചൂലടയാളത്തിൽ മത്സരിക്കുന്നു. ചിലരൊക്കെ ഗാന്ധി തൊപ്പി വെച്ച് നടക്കും. ഇങ്ങനെ ചില തമാശകളൊക്കെ ഉണ്ട്. പക്ഷേ 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടി. 2019 അത് ആവർത്തിച്ചു. 2024 കുറഞ്ഞ ഭൂരിപക്ഷത്തോടെയാണെങ്കിലും അവർ അധികാരത്തിൽ വന്നു. ഇതിനിടയ്ക്ക് ഒരു മാറ്റം ഉണ്ടായതെന്ന് വെച്ചാൽ ഈ ആം ആദ്മി പാർട്ടി ആദ്യം ഡൽഹിയിലും പിന്നീട് പഞ്ചാബിലും അധികാരത്തിൽ വന്നു എന്നുള്ളത് മാത്രമാണ്. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ അവർ മത്സരിച്ചു, പക്ഷേ വലിയ മുന്നേറ്റമൊന്നും നടത്താൻ പറ്റിയില്ല. ഈ ആം ആദ്മി പാർട്ടിയും അതിൻ്റെ പൂർവ്വരൂപമായിരുന്ന ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷനുമാണ് സത്യത്തിൽ കോൺഗ്രസ് ആധിപത്യത്തിൻ്റെ കഥ കഴിച്ചത്. ആം ആദ്മി പാർട്ടി അന്ന് അവതരിച്ചില്ലായിരുന്നെങ്കിൽ ബി ജെ പിക്ക് ഈ അഴിമതിക്കെതിരായ മുന്നേറ്റം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നില്ല. കാരണം കോൺഗ്രസ്സിലുള്ള പോലെ അതേ രീതിയിലുള്ള ആരോപണം നേരിടുന്ന ആളുകൾ ബി ജെ പിയിലുണ്ടായിരുന്നു. അവർക്ക് ഉത്തരവാദിത്ത ബോധത്തോടെ ഈ അഴിമതിക്കെതിരായ വികാരത്തെ ആളിക്കത്തിക്കാൻ പറ്റുമായിരുന്നില്ല. അതിന് തന്നെ കെജ്രിവാളിനെ പോലെ സൂത്രശാലിയായ ഒരു സംഘടകൻ അണ്ണാ ഹസാരെ പോലെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചാൽ കയ്യടി കിട്ടുന്ന ആ ഒരു മുഖവും വെടിയും. അതിനു പുറമെ മാധ്യമങ്ങളുടെ പിന്തുണ ആവശ്യമായിരുന്നു. പിന്നെ ആമിർ ഖാനെ പോലുള്ള സിനിമാകാരന്മാരുടെ സാന്നിധ്യവും ഇവർക്ക് ഗുണകരമായിട്ട് മാറി. പക്ഷേ ഇതിൻ്റെ ആത്യന്തികമായ ഗുണം ആർക്കാണ് കിട്ടിയത്? ആത്യന്തികമായ ഗുണം കിട്ടിയത് ബി ജെ പിക്കാണ്. അങ്ങനെയാണ് ബി ജെ പി ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് എത്തിയത്. 2012-ലും 2013-ലും ഈ അരവിന്ദ് കെജ്രിവാളും മറ്റും നടത്തിയ അവർ വിതച്ച വിത്താണ് പിന്നീട് നരേന്ദ്രമോദി കൊയ്തത്. ഇപ്പോഴും കൊയ്ത് കളപ്പുരയിൽ കാറ്റ അടുക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാനത്തെ എന്ന് പറയാൻ പറ്റില്ല, ഇതുവരെ ഉണ്ടായതിൽ അവസാനത്തെ ആ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഡൽഹിയിൽ തന്നെ അവർ അധികാരം പിടിച്ചെടുത്ത് കഴിഞ്ഞു. ഇപ്പോൾ രാജ്യസഭയിലെ 7 മെമ്പർമാർ ഒറ്റയടിക്ക് ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ്. അതിൽ ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭയിലെ ലീഡറായിരുന്ന രാഘവ് ചദ്ദയുണ്ട്. ചദ്ദയെ മാറ്റിയപ്പോൾ ആ സ്ഥാനത്ത് കൊണ്ടുവന്ന ചെങ്ങാതിയുണ്ട്. എല്ലാവരും മാറുകയാണ്. ഇനി ബാക്കി 3 പേരുണ്ട്. അവരുടെ അംഗത്വം റദ്ദാക്കാനായിട്ട്, അവരെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യരാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്ന ആളുകൾ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. എങ്ങനെയുണ്ട് കാര്യങ്ങളുടെ പോക്കെന്ന് ആലോചിച്ചു. ഈ പാർട്ടിയുടെ പാനലിൽ മത്സരിച്ച് ജയിച്ച ആളുകൾക്കെതിരെ വിമതന്മാരായി മാറിയ ആളുകൾ നോട്ടീസ് കൊടുത്ത് അവരെ പുറത്താക്കാൻ ശ്രമിക്കുകയാണ്. ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഇനി 7 മാസം കഴിഞ്ഞാൽ പഞ്ചാബിൽ തിരഞ്ഞെടുപ്പ് നടക്കാതിരിക്കുകയാണ്. അങ്ങനെ നിർണായകമായ സമയത്താണ് ആം ആദ്മി പാർട്ടിക്ക് തലയ്ക്ക് ഇതുപോലൊരു അടി കിട്ടിയിട്ടുള്ളത്. ഇതിൽ നിന്ന് അവരെങ്ങനെ കരകയറും എന്നുള്ളൊരു ചോദ്യമാണ്. ഇനിയിപ്പോൾ ആം ആദ്മി പാർട്ടി പൊളിഞ്ഞാൽ പഞ്ചാബിൽ വേറെ എന്ത് സംഭവിക്കും എന്നൊരു ചോദ്യമുണ്ട്. പഞ്ചാബ് എന്ന് വെച്ചാൽ കേരളം പോലെ തമിഴ്നാട് പോലെയുള്ളൊരു സംസ്ഥാനമല്ല. രാജ്യത്തിൻ്റെ അതിർത്തിയിൽ കിടക്കുന്ന ഒരു സംസ്ഥാനമാണ്. ന്യൂനപക്ഷ സമുദായക്കാരായിട്ടുള്ള സിഖുകാരാണ് അവിടെ കൂടുതലുള്ളത്. സിഖുകാരിൽ തന്നെ ഒരു വിഭാഗം വിഭജനവാദികളും വിഘടനവാദികളും ഖാലിസ്ഥാൻ രാജ്യം ഉണ്ടാകണം എന്ന് താല്പര്യമുള്ളവരുമാണ്. അപ്പോൾ അവരിതുപോലൊരു സമയത്ത് ഈ രാഷ്ട്രീയമായ അരാജകത്വ ഘട്ടത്തിൽ എന്ത് നിലപാടെടുക്കും, ഖാലിസ്ഥാൻ വാദം കൂടുതൽ ശക്തമാകുമോ എന്ന ഒരു വിഷയമുണ്ട്. ശിരോമണി ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റി ഇതിന്മേൽ എന്ത് നടപടിയായിരിക്കും സ്വീകരിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അകാലിദൾ ഇപ്പോൾ പഴയ പോലൊരു ശക്തിയല്ല. അവിടെ തീവ്രവാദികൾ പിടിമുറുക്കുമോ എന്ന ഭയമുണ്ട്. പിന്നെ കർഷക സമരത്തിൻ്റെ കനലുകൾ ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല. ഇതിലെല്ലാം ഉപരി ഈ സിഖ് സമുദായത്തിൽ നിന്ന് ഗണ്യമായൊരു ഭാഗം ആളുകൾ ഈ പെന്തക്കോസ്തുകാരുടെ ആഹ്വാനപ്രകാരം ഇപ്പോൾ ക്രിസ്തുമതം സ്വീകരിച്ചിരിക്കുകയാണ്. അത് പഞ്ചാബിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുക? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിലുണ്ട്. രാജ്യത്തിൻ്റെ അഖണ്ഡതയും അതുപോലെ പരമാധികാരവും തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു പോയേക്കാവുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ തീക്കൊള്ളി കൊണ്ടുള്ള കളിയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വഷളാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും ഇന്ത്യ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനും ദോഷമൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഇവിടെ നിർത്തുന്നു.